എല്ലാവർക്കും പാറൂസ് വേൾഡിലോട്ട് സ്വാഗതം. നമ്മൾ ഗുരുവായൂർ പോയതിൻ്റെ ഒരു വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അവിടുത്തെ അമ്പലത്തിൻ്റെ തിരക്കും പിന്നെ നമ്മളെ റൂമും കാണിക്കാനാണ്. ഞങ്ങൾ ഇവിടെ എടുത്തിട്ടുള്ള റൂം സോപാനം ഹെറിറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണ് ഞങ്ങൾ എടുത്തത്. റൂമൊന്നും ബുക്ക് ചെയ്തിട്ടല്ല പോയത്, ജസ്റ്റ് അവിടെ പോയിട്ട് സെർച്ച് ചെയ്തു. അല്ലെങ്കിൽ മുൻപ് ചേട്ടൻ അറിയാമായിരുന്നു, ഹസ്ബൻഡ് അറിയാമായിരുന്നു. സോ ആ രീതിയിൽ ഞങ്ങൾ തപ്പിപ്പോയപ്പോഴത്തേക്ക് റൂം ഉണ്ടായിരുന്നു. AC റൂമാണ് എടുത്തത്. പെർ ഡേ 2880 എങ്ങാണ്ടായിരുന്നു റൂം റെൻറ്റ് വന്നിട്ടുള്ളത്. നല്ലൊരു ഹെറിറ്റേജ് അപ്പിയറൻസ് അവിടെ ഉണ്ട്. ആ സോപാനം ഹെറിറ്റേജ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ഹെറിറ്റേജ് അപ്പിയറൻസ് ഉണ്ട്. ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഫുഡും കഴിച്ചായിരുന്നു. കേർഡ് റൈസും ബിരിയാണിയും കഴിച്ചത്. നല്ല എന്താ പറയുക, ഒരു നല്ല സെർവിങ്ങും ഒരു നല്ലൊരു അപ്പിയറൻസ് ആയിരുന്നു അവിടെ. അവിടുത്തെ റെസ്റ്റോറൻ്റായത്. പിന്നെ അവിടെ തന്നെ പൂളും ഉണ്ട്. നമുക്ക് പൂൾ അറ്റാച്ച്ഡ് ആണ്, പക്ഷെ പ്രൈവറ്റ് പൂളാണ്. ജസ്റ്റ് ഒന്ന് കാല് നനച്ചിട്ടേ ഉള്ളൂ, കുളിക്കുകയൊന്നും ചെയ്തില്ലായിരുന്നു. ഇനി അടുത്ത ഞങ്ങളുടെ റൂമിലോട്ടുള്ള ട്രാവലാണ്. ഞങ്ങൾ എത്തിയത് സാറ്റർഡേ, ഞങ്ങൾ പോയത് ഫ്രൈഡേ രാത്രി എത്തി. സാറ്റർഡേ സൺഡേയും അവിടെയായിരുന്നു. സൺഡേ തിരിച്ചെത്തി. ഞങ്ങളുടെ റൂമിലോട്ടുള്ള വേ 607 ആയിരുന്നു ഞങ്ങളുടെ റൂം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡബിൾ ബെഡിൻ്റെ റൂമായിരുന്നു. നമുക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു അൽമരയുണ്ട്. നമുക്ക് നമ്മളെ തിങ്സൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള അലമാരയുണ്ട്. പിന്നെ നമുക്കിവിടെ ഡൈനിങ് ഉണ്ട്, ജസ്റ്റ് ടീപ്പോയ് ഉണ്ട്, ഡബിൾ ബെഡ്റൂം. സോ ഒരു ബാൽക്കണി സഹിതമുണ്ട്. നമുക്ക് പുറത്തോട്ട് ഇറങ്ങി നിൽക്കാനും ഒക്കെ ആയിട്ടുള്ള ബാൽക്കണി ഉണ്ട്. TV പിന്നെ കെറ്റിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വിത്ത് കോഫി പൗഡർ, ടീ പൗഡർ എല്ലാമായിട്ട്. ഓക്കെ, ഞങ്ങൾ സാറ്റർഡേ നൈറ്റ് പോയി, രാത്രി കണ്ണനെ കണ്ടു. ഇത് സൺഡേ രാവിലെയുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നല്ല തിരക്കായിരുന്നു. അതൊരു ശബരിമല സീസണും കൂടെ ആയിരുന്നു. അത് കാരണം അയ്യപ്പന്മാരെ തിരക്ക് ആയിരുന്നു കുറേയൊക്കെ. പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ സൺഡേ ആയതുകൊണ്ടല്ല, അത് മുഹൂർത്ത ദിവസവുമായിരുന്നു. കല്യാണങ്ങളുണ്ടായിരുന്നു. ഒരു 3 കല്യാണം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഈ ക്യൂവിൽ കയറാൻ വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, സോ നല്ല രീതിയിൽ എൻജോയ് ചെയ്തായിരുന്നു. കണ്ണനെയും കണ്ടായിരുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്.